നമസ്കാരം, ICF ഓൺലൈനിലേക്ക് സ്വാഗതം. ഈ കൊലപാതകത്തിന് CPM കടുത്ത വില കൊടുക്കേണ്ടി വരുമെന്ന് കെ സുധാകരൻ. അത് ഈ രണ്ട് കൊലപാതകം കൊണ്ട് അവിടെ അതങ്ങ് തീരുവാണ്, അവസാനിക്കുവാണ് എന്ന് CPM കരുതണ്ട. തിരിച്ചടി ഉണ്ടാകും. കനത്ത വില CPM നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നും വേണ്ട. അതുകൊണ്ട് പ്രിയമുള്ള പ്രവർത്തകന്മാരുടെ വികാരത്തെ, ദൃഢഹൃദയരായ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ വികാരത്തോടൊപ്പം ഞാൻ പങ്കുചേരുന്നു. പാർട്ടി ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യും. യുക്തിസഹമായ തീരുമാനം പാർട്ടി കൈക്കൊള്ളും. എന്നും CPMന്റെ പേട്ടടിയും CPMന്റെ രക്തസാക്ഷിത്വവും സഹിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക, അത് ഏറെ കാലം കോൺഗ്രസിന് സാധിക്കില്ല. പാർട്ടി പ്രവർത്തകരുടെ സംരക്ഷണം പാർട്ടിയുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. പാർട്ടി പ്രവർത്തകന്മാരുടെ സംരക്ഷണം പാർട്ടി ഏറ്റെടുക്കും. ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ പാർട്ടി പ്രവർത്തകന്മാരോട് ഞാൻ ഈ സന്ദർഭത്തിൽ ആഹ്വാനം ചെയ്യുന്നു. വഴിയെ ആവശ്യമായ കാര്യങ്ങളെല്ലാം പാർട്ടി പ്രവർത്തകരെ പിന്നാലെ പാർട്ടി അറിയിക്കും. അത് ഉൾക്കൊണ്ടുകൊണ്ട് വെറും നിസ്സാര തർക്ക വിഷയത്തിൽ കാസർകോട് 2 കോൺഗ്രസ് പ്രവർത്തകരെ വെട്ടിക്കൊന്നതിനെതിരെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അക്രമം കൈവിട്ട CPMന് ഒരു രാഷ്ട്രീയ ശൈലിയില്ല എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. CPMന്റെ കൊടും ക്രൂരതയ്ക്കിരയായ ഷുഹൈബിന്റെ ചരമവാർഷികം ആചരിച്ച് തീരും മുൻപാണ് കാസർകോട് കൃപേഷ്, ശരത്ലാൽ എന്നിവരുടെ ജീവൻ CPM എടുത്തത്. കിരാതമായ ഈ പ്രവൃത്തിക്കെതിരെ ശക്തമായി പ്രതികരിക്കും. പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി പ്രതികരിക്കും. പാർട്ടി അത് ഉൾക്കൊള്ളുന്നു. സംഭവം നടന്ന പരിസരത്ത് CPMന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രവർത്തികളുണ്ടാവും. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും. യുക്തിസഹമായ നിലപാട് കൈക്കൊള്ളും. CPMന്റെ അടിയും രക്തസാക്ഷിത്വവും സഹിച്ച് മുൻപോട്ട് പോകില്ല എന്നും സുധാകരൻ പ്രവർത്തകരോട് വ്യക്തമാക്കി. രാഷ്ട്രീയ കൊലപാതകത്തിന്റെ അവസാനത്തെ ഇരയാണ് ഷുഹൈബ് എന്നാണ് കരുതിയത്. എങ്കിലും എന്ത് വന്നാലും തങ്ങളുടെ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കില്ലെന്ന് CPM പ്രഖ്യാപിക്കുകയാണ്. P. ജയരാജനും TV രാജേഷ് MLAയും പ്രതിയായാലും സംസ്ഥാനത്ത് അക്രമ രാഷ്ട്രീയത്തിന്റെയും രാഷ്ട്രീയ കൊലപാതകത്തിന്റെയും വക്താക്കളായി തുടരുമെന്ന് CPM വീണ്ടും തെളിയിച്ചിരിക്കുന്നു. കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത് മതവർഗീയതയല്ല, കമ്മ്യൂണിസ്റ്റ് തീവ്രവാദമാണെന്ന് പറയേണ്ടി വരും ജനങ്ങൾക്ക്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.